നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് മോഡ്യൂൾ ആണ് അല്ലേ? വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാനിറ്ററി എഞ്ചിനീയറിംഗ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സീവർ മെറ്റീരിയൽസ് ആയിരുന്നു അല്ലേ? അതായത് നമ്മുടെ പൈപ്പ് ലൈൻസ്, അത് വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്. അങ്ങനത്തെ പൈപ്പ് ലൈൻ എന്തൊക്കെ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? അതിൽ നമ്മൾ എന്താ കണ്ടത്? 4 മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചു. അതല്ലാതെ വേറെ മെറ്റീരിയൽസ് വെച്ചൊക്കെ ഉണ്ട്. നമുക്കിപ്പോ നിങ്ങൾക്ക് ഞാൻ 4 മെറ്റീരിയൽസ് ആണ് സിലബസിൽ പഠിക്കാനുള്ളത് കേട്ടോ. സ്റ്റോൺ വെയർ പൈപ്സ് പഠിച്ചു, പിന്നെ കാസ്റ്റ് അയൺ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പൈപ്പിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ സ്യൂട്ടബിലിറ്റി ഒക്കെ കണ്ടു അല്ലേ? ഏത് അവസ്ഥയിലാണ് നമ്മൾ ആ ഒരു കാസ്റ്റ് അയൺ പൈപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ കണ്ടു. പിന്നെ സിമെന്റ് കോൺക്രീറ്റ് മെറ്റീരിയൽ വെച്ചുണ്ടാക്കുന്ന പൈപ്പിനെ കുറിച്ച് കണ്ടു. അതുപോലെ തന്നെ ഏതാണ് AC പൈപ്സ്, ആസ്ബസ്റ്റോസ്, സിമെന്റ് പൈപ്പ്. ഈ 4 മെറ്റീരിയൽസ് വെച്ചും ഉണ്ടാക്കുന്ന പൈപ്പ് ലൈൻസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ ഞാൻ ഇന്നലെ നിർത്തിയത്, ഇന്ന് നമ്മൾ ലേയിങ് ഓഫ് പൈപ്പ് ലൈൻ നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു പൈപ്പ് ലൈൻ ലേ ചെയ്യുന്നത്, അതായത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്കിന്ന് പഠിക്കാം. ഇപ്പൊ ലേയിങ് ഓഫ് സീവർ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്, സീവർ, അതാണ് നമ്മൾ തേർഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് പൈപ്പ് ലേ ചെയ്യുന്നത്, അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത്, നമുക്ക് നോക്കേണ്ടത് ഓപ്പറേഷൻസ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സീവേഴ്സ്. അപ്പൊ നമ്മുടെ ഒരു സീവർ കൺസ്ട്രക്ട് ചെയ്യാൻ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ആദ്യത്തെ ഓപ്പറേഷൻ ആണ് സെറ്റിംഗ് ഔട്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെറ്റിംഗ് ഔട്ട് ചെയ്യണം. അതായത് എവിടെയാണ് നമ്മൾ ആ പൈപ്പ് ലൈൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുക്കണം. So it is carried from the tail end and proceeds upward. അപ്പോൾ ഒരു എൻഡിൽ നിന്ന്, ഒരു ടെയിൽ എൻഡിൽ നിന്ന്, അതായത് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിങ്ങനെ പ്രൊസീഡ് ചെയ്യും. ഓക്കെ, മുന്നോട്ട് പ്രൊസീഡ് ചെയ്യും. Consist of marking sewer lines along proposed routes on the ground. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സീവർ ലൈൻ എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യും, കൃത്യമായ മാർക്കിംഗ് കൊടുക്കും. ഗ്രൗണ്ടിൽ അല്ലെ, ഗ്രൗണ്ടിൽ കൃത്യമായ മാർക്കിംഗ് കൊടുക്കും. Fixing pegs at intervals of 15 meter or so. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മാർക്കിംഗ് കൊടുക്കുന്നത്? പെഗ് വെച്ചിട്ട്. നിങ്ങൾ എല്ലാവരും സർവേയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പെഗ്, എന്താണ് പെഗ് എന്നുള്ളത്? ഒരു വുഡൻ ബ്ലോക്ക് ആണ് അല്ലെ? ഒരു 20 സെന്റിമീറ്റർ ടു 30 സെന്റിമീറ്റേഴ്സ് ലെങ്ത് വരുന്ന വുഡൻ ബ്ലോക്ക് ആണ്, അതാണ് പെഗ് അല്ലെ? അപ്പൊ ആ പെഗ് നമ്മൾ ഗ്രൗണ്ടിൽ പൊതുവെ ചെയിൻ സർവേയിലൊക്കെ നിങ്ങൾ സ്റ്റേഷൻ മാർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ പെഗ്? അപ്പൊ അതുപോലെ പെഗ് ഒരു 15 മീറ്റർ ഇന്റർവെല്ലില് നമ്മൾ പെഗ് അടിക്കും. Establishing temporary benchmark and locating the position of manholes etc. അപ്പൊ അങ്ങനെ പെഗ് അടിക്കും. പിന്നെ അതുപോലെ നമ്മൾ ടെമ്പററി ബെഞ്ച് മാർക്സ് സെറ്റ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ബെഞ്ച് മാർക്ക് ആക്കി കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ബെഞ്ച് മാർക്ക് ആക്കാന്ന് ഉദ്ദേശിക്കുന്ന മീൻ സീ ലെവലിൽ നിന്ന്
അതിന്റെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് ഏകദേശം ഒന്നെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അങ്ങോട്ട് ഇടും. എന്നിട്ട് അതിന്റെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് നമ്മൾ ബാക്കി പോയിന്റ്സിന് അതുപോലെ എന്ത് കൊടുക്കും, എലിവേഷൻ മാർക്ക് ചെയ്യും. ആൻഡ് ലൊക്കേറ്റിംഗ് ദ പൊസിഷൻ ഓഫ് മാൻഹോൾസ്, അതുപോലെ നമ്മൾ മാൻഹോളിന്റെ പൊസിഷൻ ഒക്കെ കൃത്യമായി ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്യും, എവിടെയാണ് മാൻഹോൾ കൊടുക്കുക എന്നുള്ളത്. മാൻഹോൾ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, മാൻഹോൾ നമ്മുടെ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ, റോഡിന്റെ സൈഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചില ഹോൾസ് കാണാം, ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു നല്ല കാസ്റ്റ് അയൺ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഉള്ളിലേക്ക് അത് തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരാൾ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെയുള്ള പൈപ്പ് ലൈനിന്റെ അകത്ത് ബ്ലോക്ക് ഒക്കെ വന്നാൽ കണ്ടുപിടിക്കാനും അതൊക്കെ മാറ്റാനൊക്കെ വേണ്ടി, അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആ പൈപ്പ് ലൈനിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള പ്രൊവിഷൻ ആണ് മാൻഹോൾ. മാൻഹോൾ ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ മാൻഹോൾ. ഓക്കെ, ഇനി അത് ഡീറ്റെയിൽഡ് ആയി ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മാൻഹോളിന്റെ പൊസിഷൻ എവിടെയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യും. അപ്പൊ അതാണ് സെറ്റിംഗ് ഔട്ടിൽ നമ്മൾ ചെയ്യാറ്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് അലൈൻമെന്റ് ആൻഡ് ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്ലോപ്പ് അല്ലെ. അപ്പൊ അത് നമുക്ക് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് in the construction of sewers so as to ensure a smooth gravity flow. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നമ്മുടെ സെറ്റിംഗ് ഔട്ടിൽ അല്ലെങ്കിൽ സീവർ പൈപ്പ് ഇടാൻ വേണ്ടി ഉള്ളതിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് അലൈൻമെന്റ്. അതായത് നമ്മൾ ഇടുന്ന സീവറിലൂടെ വരുന്ന വേസ്റ്റ് വാട്ടർ ഗ്രാവിറ്റി വഴി ഒഴുകണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു സ്ലോപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് സീവർ എപ്പോഴും ലേ ചെയ്യാറ്. ഓക്കെ, സ്മൂത്ത് ഗ്രാവിറ്റി ഫ്ലോ എൻഷുർ ചെയ്യണം. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോണിംഗ് റോഡ്സ് ആൻഡ് സൈറ്റ് റെയിൽസ്. അപ്പൊ ബോണിംഗ് റോഡ്സും അതുപോലെ സൈറ്റ് റെയിൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലേ ചെയ്യുന്ന അലൈൻമെന്റ് ഗ്രേഡിയന്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സൈറ്റ് റെയിൽ. സൈറ്റ് റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാ, ഈ ഒരു ഇതാണ് സൈറ്റ് റെയിൽ. പിന്നെ ഇത് ബോണിംഗ് റോഡ്. ഓക്കെ, ഇതാണ് ബോണിംഗ് റോഡ്, ഇതാണ് സൈറ്റ് റെയിൽ. അപ്പൊ ഈ ബോണിംഗ് റോഡ്സും സൈറ്റ് റെയിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അലൈൻമെന്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. A boning rod is a vertical wooden post suitably shoed with iron. അപ്പൊ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ആണ് ബോണിംഗ് റോഡ് അല്ലെ. അതിന്റെ താഴെ ഒരു അയൺ ഷൂസ് ഉണ്ട്, അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു ഷൂസ് with iron and fitted with crosshead or T and is of length equal to height of site rail. ഈ ഒരു ലെങ്ത്തും ഈ ഒരു ഹൈറ്റും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, above the invert line of sewer. അപ്പൊ ആ സീവർ ലൈനിന്റെ മുകളിലേക്ക് വരുന്ന ഈ ബോണിംഗ് റോഡിന്റെയും സൈറ്റ് റെയിലിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. Site rail is a horizontal wooden board fixed to two vertical posts called uprights with clamps one at each end. അപ്പോൾ ഈ ഒരു സൈറ്റ് റെയിൽ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് അപ്രൈറ്റ്സിന്റെ മുകളിലാണ് അല്ലെ. അപ്രൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ക്ലാമ്പ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാ നമ്പേഴ്സിനും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1 ഇത് ക്ലാമ്പ് ആണ്. അപ്പൊ സൈറ്റ് റെയിൽ വെച്ചിരിക്കുന്നത് രണ്ട് അപ്രൈറ്റ്സിന്റെ മുകളിലാണ്, അത് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. Accurate dumpy level is used to fix the pre-calculated reduced level of site rail over each peg point
with reference to the benchmark to get the required gradient of the sewer line. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡംബി ലെവൽ വെക്കും, ഒരു ഭാഗത്ത് വെച്ച് ഈ ഒരു സൈറ്റ് റെയിലിന്റെ ടോപ്പ് പോയിന്റിലേക്കുള്ള എന്താണ് റെഡ്യൂസ്ഡ് ലെവൽ എത്രയാണെന്ന് നോക്കും. ഡംബി ലെവൽ വെച്ച് നമ്മൾ റെഡ്യൂസ് ലെവലാണല്ലേ കണ്ടുപിടിക്കുക. അപ്പൊ ആ ഒരു റെഡ്യൂസ് ലെവലോ ഈ സൈറ്റ് റെയിലിന്റെ മുകളിലേക്ക് ഉള്ള റെഡ്യൂസ് ലെവൽ എത്രയാണെന്നുള്ളത് ഒരു ലെവലിംഗ് സ്റ്റാഫ് അതിന്റെ മുകളിൽ വെച്ചൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഈ റെഡ്യൂസ് ലെവൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിംഗ് ഔട്ടിൽ പറഞ്ഞ ബെഞ്ച് മാർക്ക്, ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഒക്കെ സെറ്റ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാനാണ്. Okay, it is done by the process of raising or lowering the site rail by operating clamps until the pre-calculated staff reading on the leveling staff held on the top of site rail is obtained. അപ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട്, നമുക്ക് ഇത്ര റെഡ്യൂസ് ലെവലാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ സൈറ്റ് റെയിലിനെ ക്ലാമ്പ് ഉപയോഗിച്ച് പൊന്തിച്ചും താഴത്തെയും നമ്മൾ ഫിക്സ് ചെയ്യും. എപ്പോഴാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലില് ഈ സൈറ്റ് റെയിൽ എത്തുന്നത്, അപ്പൊ നമ്മൾ ആ ക്ലാമ്പ് അവിടെ ടൈറ്റ് ചെയ്യും. ഓക്കെ, thus the staff reading to be obtained is equal to the height of collimation minus reduced level of invert of sewer minus boning rod length. അത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റെഡ്യൂസ് ലെവൽ, ഇവിടുത്തെ റെഡ്യൂസ് ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആദ്യം നമുക്ക് കിട്ടിയ വാല്യൂ, അതിൽ നിന്ന് ഈ ഒരു ഹൈറ്റ് മൈനസ് ചെയ്ത് ബോണിംഗ് റോഡിന്റെ ഹൈറ്റ് മൈനസ് ചെയ്ത് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നമ്മൾ ലെവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ എവിടെയാണോ ഏതിന്റെ ലെവലാണോ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ച് മൈനസ് ചെയ്യുക അല്ലേ. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് ഒക്കെ ചെയ്യില്ലേ നിങ്ങൾ, അങ്ങനെ നമ്മൾ ആ ഒരു ലെവല് കണ്ടുപിടിക്കും. Then the site rail is clamped and the position of invert of sewer is fixed by keeping the boning rod. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ അവിടെ ഫിക്സ് ചെയ്യും, ക്ലാമ്പ് ഫിക്സ് ചെയ്തിട്ട് ആ ബോണിംഗ് റോഡിന്റെ എന്താണ് നമ്മൾ ആ എവിടെയാണ് സീവർ വേണ്ടത് എന്നുള്ളത് ഫിക്സ് ചെയ്യും. പൊസിഷൻ നമ്മൾ താഴെ ഫിക്സ് ചെയ്യും. Center points marked on the site rail and boning rod are made to coincide with the center line of the sewer line. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു സീവർ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ, ഈ ഒരു ട്രെഞ്ചില് ഈ ഒരു കുഴിയില് ഇങ്ങനെയാണ് സീവർ വെക്കുന്നതെങ്കിൽ ആ സീവറിന്റെ സെന്റർ ലൈന് ഈ ബോണിംഗ് റോഡ് ആ ഒരു സെന്റർ ലൈനിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈറ്റ് റെയിലിന്റെ സെന്ററിലാണ് ബോണിംഗ് റോഡ് വെക്കുക. ആ ബോണിംഗ് റോഡ് എന്ന് പറയുന്നത് ഈ സീവറിന്റെ സെന്റർ ലൈനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇത് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഏത് സ്ലോപ്പിലാണ് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതും അതുപോലെ അലൈൻ ചെയ്യുന്നതും. അങ്ങനെ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ മാർക്ക് ചെയ്തതുപോലെ തന്നെ അടുത്ത പൊസിഷനിൽ നമ്മൾ എന്ത് ഇതേ പ്രൊസീജിയർ ചെയ്യും. അപ്പം ബോണിംഗ് റോഡ് ഒരു കുറച്ചുകൂടെ മുകളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മണ്ണൊക്കെ ഇട്ട് ആ ഒരു ഗ്രേഡിയന്റിലേക്ക്, ആ ഒരു സ്ലോപ്പിലേക്ക് സീവറിനെ കൊണ്ടുവരത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് അലൈൻമെന്റ് ആൻഡ് ഗ്രേഡിയന്റ്. സൈറ്റ് റെയിലും ബോണിംഗ് റോഡും വെച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് എക്സ്കവേഷൻ ഓഫ് ട്രെഞ്ചസ്, അതായത് കുഴി കുഴിക്കുക. അപ്പൊ നമുക്ക് ഏത് ഡെപ്തിലാണ് വേണ്ടതെന്നുള്ളത് കിട്ടി. It is done with or without timbering depending on soil condition. അപ്പൊ ട്രെഞ്ച് കുഴിക്കാൻ നമുക്ക് ഒന്നെങ്കിൽ സൈഡില് ടിമ്പർ വെക്കാം അല്ലെ, അതെന്തിനാന്ന് ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ മണ്ണ് ഇങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട്, സ്ലോപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വീഴും അല്ലെ. അപ്പൊ അതിനെ തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു സപ്പോർട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയും ചെയ്യാം. പിന്നെ ചെറിയ താഴ്ചയുള്ളെങ്കിൽ ടിമ്പറിങ് കൊടുക്കാതെയും നമുക്ക് ട്രെഞ്ച് കുഴിക്കാം. It is carried out either by manual labor or by machines. മാനുവൽ ലേബറും ആവാം, അതായത് ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യാം.
അല്ലെങ്കിൽ ഒരു മെഷീൻ ഒക്കെ ഉപയോഗിച്ചും നമുക്ക് കുഴി കുഴിക്കാൻ സാധിക്കും. Width of the trench should be so that at least 200 mm clear space is left on each side of barrel of the pipe. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ കുഴിക്കുന്ന സമയത്ത് ഈ ഒരു വിഡ്ത്ത്, ഈ വീതി എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന പൈപ്പ്, ഇപ്പൊ സപ്പോസ് ഞാൻ ഇവിടെയാണ് പൈപ്പ് വെക്കുന്നതെങ്കിൽ പൈപ്പിന്റെ സൈഡില് ക്ലിയറൻസ് എത്ര ഉണ്ടായിരിക്കണം? 20 സെന്റിമീറ്റർ രണ്ട് സൈഡിലും ക്ലിയറൻസ് കൊടുക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു കുഴിന്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് പൈപ്പിന്റെ ഡയമീറ്റർ എത്രയാണോ ആ വിഡ്ത്തിലല്ല, ഡയമീറ്ററിന്റെ അതേ വിഡ്ത്തിലല്ല സെറ്റ് ചെയ്യാം. ഓക്കെ, ആ ഡയമീറ്റർ എത്രയാണ് അതിൽ നിന്ന് 20 സെന്റിമീറ്റർ രണ്ട് സൈഡിലേക്കും ക്ലിയർ സ്പേസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കുഴിയുടെ വിഡ്ത്ത് എടുക്കുക. The excavated material is stacked sufficiently away from the edge of the trench. എന്നിട്ട് നമ്മൾ ഈ കുഴിച്ചെടുത്ത മെറ്റീരിയൽ, സോയില്, ആ സോയില് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ദൂരെ കൂട്ടി വെക്കും അല്ലേ? എന്നിട്ട് പൈപ്പ് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചത് ബാക്ക് ഫിൽ സോയിലാക്കി ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ കുറച്ച് നീക്കി വേണം എന്ത് ചെയ്യാൻ? സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ അല്ലെ? നമ്മൾ കുന്നുകൂട്ടി വെക്കാൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുഴിക്കുന്ന രീതി. ഇനി അടുത്ത സ്റ്റെപ്പാണ് ലേയിങ് ആൻഡ് ജോയിന്റിങ്. അതെങ്ങനെയാന്ന് നോക്കാം. Bedding layer of concrete is laid over which the sewer is set at the required level and gradient by means of boning rod. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം താഴെ ഒരു കോൺക്രീറ്റിന്റെ ബെഡ് ഉണ്ടാക്കും. ആ കോൺക്രീറ്റ് ബെഡിലേക്കാണ് നമ്മുടെ പൈപ്പ് ഇറക്കി വെക്കുന്നത്. അല്ലാതെ മണ്ണിലേക്ക് ഡയറക്റ്റ് ആക്കി വെക്കുകയല്ല ചെയ്യുക. ഒരു കോൺക്രീറ്റിന്റെ ഒരു ലെയർ, ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്കാണ് പൈപ്പ് ഇറക്കി വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിന് എത്രയാണോ താഴ്ച വേണ്ടത് അത് ബോണിംഗ് റോഡ് വെച്ച് നമ്മൾ അളന്ന അടിസ്ഥാനത്തിൽ ആണ് കോൺക്രീറ്റ് ബെഡ് ഒക്കെ ഇടുക. Sewers jointed by suitable joint to ensure water tightness. പിന്നെ നമ്മൾ നല്ല ജോയിന്റ്സ് കൊടുക്കണം. ഈ ജോയിന്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ് അല്ലേ? കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിൽ പഠിക്കുമ്പോൾ അതിൽ പൈപ്പിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പൊ പല ജോയിന്റ്സ് ഒക്കെ പഠിച്ചു അല്ലേ? ടൈപ്സ് ഓഫ് ജോയിന്റ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് പൈപ്പുകൾ കൂട്ടി യോജിപ്പിക്കും. അപ്പൊ നമ്മൾ യോജിപ്പിക്കുന്ന സമയത്ത് we should ensure that there is water tightness. അതായത് ലീക്ക് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം. Simultaneously, construction of manholes are also taken up. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ പൈപ്പ് ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മാൻഹോൾസും കൺസ്ട്രക്ട് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞ ഇൻസ്പെക്ഷൻ ചേംബേഴ്സ് ആണത്. ഒരാൾക്ക് ഇറങ്ങി പരിശോധിക്കാൻ എന്തെങ്കിലും ബ്ലോക്ക് വരെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇറങ്ങി ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന പ്രൊവിഷനാണ് മാൻഹോൾ. അപ്പൊ അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ചെയ്തു പോവുക. ഓക്കെ, അപ്പൊ അതാണ് ലേയിങ് ആൻഡ് ജോയിന്റിങ് ദ പൈപ്സ്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് രണ്ട് പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് ഓഫ് സീവേഴ്സ്. സീവർ ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സീവർ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സീവറില് ലീക്കും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. After allowing sufficient time for setting of the joints, ഇപ്പൊ ജോയിന്റ്സ് ഒക്കെ സെറ്റ് ആവണം അല്ലേ? രണ്ട് പൈപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ജോയിന്റ് വെക്കും. അത് സെറ്റ് ആവാനൊക്കെ കുറച്ച് താമസം പിടിക്കും. അപ്പൊ അതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആൻഡ് ബിഫോർ allowing sewage in the sewer, നമ്മൾ ആ സീവേജ്
പാസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? It is necessary to test the sieve against leakage and straightness. നമ്മുടെ സീവർ സ്ട്രെയിറ്റ് അല്ലേ, അതുപോലെ തന്നെ ലീക്ക് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മുടെ വേസ്റ്റ് വാട്ടർ അതിലൂടെ പാസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി to test against leakage, normally water test is conducted. അപ്പോൾ പൊതുവെ നമ്മളൊരു വാട്ടർ ടെസ്റ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് നോക്കാം. In which the two ends of the sievers are sealed and siever is filled with water through a funnel. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ആ സീവറിന്റെ രണ്ടറ്റവും നമ്മൾ അങ്ങോട്ട് സീൽ ചെയ്യും, ബ്ലോക്ക് ചെയ്യും അല്ലേ. എന്നിട്ട് വെള്ളം നടുവില് വെള്ളം ഫില്ല് ചെയ്യും. ഒരു ഫണലിന്റെ സഹായത്തോടെ നമ്മൾ അവിടെ ഒരു വെള്ളം ഫില്ല് ചെയ്യും. An internal pressure of about 0.02 Newton per mm square, അതായത് 2 meter of water, equivalent to 2 meters of water. ഹൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 2 മീറ്റർ വെള്ളത്തിന്റെ ഹൈറ്റ് എത്ര, ഇതിന്റെ പ്രഷർ എത്രയായിരിക്കും? അതായത് ഒരു 2 മീറ്റർ ഹൈറ്റ് വാട്ടർ കോളം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഒരു പ്രഷർ ഉണ്ടാവില്ലേ അടിഭാഗത്ത്? ആ 2 മീറ്റർ വെള്ളം കാരണം അടിയിലൊരു പ്രഷർ ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് എന്ത് 0.02 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രഷറില് നമ്മൾ കൊടുക്കും, ആ ഒരു പ്രഷർ ഉള്ളിൽ കൊടുക്കും. It is developed by raising the funnel and observed for leakage. അപ്പൊ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ജോയിന്റിൽ ലീക്ക് ഒന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? the joint is watertight അല്ലേ? So leakage in 30 minutes determined by measuring the replenished water in the funnel shall not exceed 15 ml in smaller dia and 60 ml in the larger dia per centimeter diameter of pipe of 100 meter length. അപ്പൊ അതായത് നമ്മളൊരു 30 മിനിറ്റിലേക്കുള്ള ഒബ്സർവേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ 30 മിനിറ്റില് നമ്മൾ നോക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ ഫണലില് 15 ml വെള്ളത്തിൽ കൂടാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മുടെ ഈ പൈപ്പ് രണ്ടും 2 സൈസ് ആണെങ്കിൽ അതിലെ ചെറിയ പൈപ്പില് 15 ml ഉം വലിയ പൈപ്പില് 60 ml ഉം കൂടാൻ അത്ര വെള്ളത്തിൽ കൂടാൻ പാടില്ല. ഓക്കെ, അതായത് ഈ വെള്ളം നമ്മുടെ ഈ ഫണലിൽ നിന്ന് വരുന്ന വെള്ളം ഈ പ്രഷർ കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ വെള്ളവും കൂടെ ആ ഒരു പൈപ്പില് ഓക്യുപ്പൈ ചെയ്യും അല്ലെ? അപ്പൊ ആ ഓക്യുപ്പൈ ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്ന 15 ml കൂടാൻ പാടില്ല ഇൻ സ്മോളർ ഡയമീറ്റർ പൈപ്പ് and 60 ml കൂടാൻ പാടില്ല in larger diameter pipe per centimeter diameter of the pipe of 100 meter length. ഇപ്പൊ നമ്മളൊരു 100 മീറ്റർ ലെങ്തിലുള്ള ഒരു പൈപ്പ് എടുക്കുകയാണെങ്കിൽ 1 സെന്റിമീറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ 1 സെന്റിമീറ്ററിൽ 15 ml കൂടുതൽ വെള്ളം വീണ്ടും ഓക്യുപ്പൈ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ നോക്കുന്നത്. The drainage pipes in buildings may be tested by smoke test. അപ്പൊ നമ്മൾക്ക് അതുപോലെ ബിൽഡിങ്സിലുള്ള പൈപ്പ് ലൈൻസിന്റെ ഒക്കെ ടെസ്റ്റ് പൊതുവെ നമ്മൾ ഇങ്ങനെ വാട്ടർ ടെസ്റ്റ് അല്ല ചെയ്യുക, സ്മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാറ്. അതിലെങ്ങനെയാന്ന് ചോദിച്ചാൽ, സ്മോക്ക് is allowed into the pipe under pressure of 25 mm of water. അതായത് സ്മോക്ക് നമ്മൾ 25 mm of വാട്ടറിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രഷറിൽ സ്മോക്ക് പാസ് ചെയ്യും. എന്നിട്ട് അതൊരു 15 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ലീക്കേജ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യും. അപ്പൊ സ്മോക്ക് ടെസ്റ്റ് ആണ് സാധാരണ ബിൽഡിങ്സിലൊക്കെ കാണുന്ന പൈപ്പിൽ നമ്മൾ ചെയ്യാറ്. If leakage is observed in sewer line, then the defect is rectified and retested. അപ്പൊ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ, അതായത് ഇപ്പൊ സ്മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ ആ ജോയിന്റിലൂടെ സ്മോക്ക് ലീക്ക് ആയി പോകും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ
അതൊക്കെ നമ്മൾ ശരിയാക്കിയിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ എപ്പോ ആ ടെസ്റ്റിൽ സക്സസ് ആവുന്നോ, ആ ടെസ്റ്റിൽ ലീക്ക് കാണാതിരിക്കുന്നോ, അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യൂ, ആ ഒരു പൈപ്പ് ഓപ്പൺ ചെയ്യും. അതായത് നമ്മുടെ പർപ്പസിന് വേണ്ടി, നമ്മൾ എന്ത് പർപ്പസിനാണോ ആ പൈപ്പ് ഉണ്ടാക്കിയത് ആ പർപ്പസിന് വേണ്ടി തുറന്നു കൊടുക്കും. ഓക്കെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ബാക്ക് ഫില്ലിംഗ്. അതായത് പൈപ്പൊക്കെ ലേ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കി നമ്മൾ നേരത്തെ വെച്ച മണ്ണെടുത്ത് തിരിച്ചു മൂടും. അതാണ് ബാക്ക് ഫില്ലിംഗ്. A trench filled up carefully by the excavated materials in layers. ലെയർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്യുക. അതുപോലെ എക്സ്കവേറ്റ് ചെയ്ത് വെച്ച അതേ സോയിലാണ് ബാക്ക് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുക. Proper consolidation is done without damaging the top of the sewer and is finally finished similar to the original pavement. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലെയർ കഴിഞ്ഞാലും പ്രോപ്പർ കൺസോളിഡേഷൻ കൊടുക്കും അല്ലെ. എന്താണ് കൺസോളിഡേഷൻ? അതായത് നമ്മൾ ആ ഒരു ലെയർ നല്ലോണം അമർത്തി കൊടുക്കുക. അതാണ് കൺസോളിഡേഷൻ അല്ലെ. അപ്പൊ കൺസോളിഡേറ്റ് ചെയ്ത് ആ സീവറിന് ഒരു പൊട്ടലൊന്നും വരാത്ത രീതിയിലായിരിക്കണം കൺസോളിഡേഷൻ ചെയ്യുന്നത്. എന്നിട്ട് അത് പഴയതുപോലെ നമ്മൾ നടക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റും. ഓക്കെ. അപ്പൊ അതാണ് ലേയിങ് ഓഫ് സീവേഴ്സിന്റെ പ്രൊസീജിയർ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ സെറ്റിംഗ് ഔട്ട് ചെയ്തു. എന്നിട്ട് സെറ്റിംഗ് ഔട്ടിൽ എന്താ ചെയ്തത്, സീവർ നമ്മൾ എവിടെ വെക്കണം എന്നുള്ളതിന്റെ മാർക്കിങ്സ് അല്ലെ, മാർക്കിങ്സ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ അലൈൻമെന്റ് ആൻഡ് ഗ്രേഡിയന്റ് എത്ര ഗ്രേഡിയന്റിലാണ്, എത്ര സ്ലോപ്പിലാണ് വരിക എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ബോണിംഗ് റോഡ്സും, പിന്നെന്താ നമ്മൾ ഉപയോഗിച്ചത്, ഹൊറിസോണ്ടലി ഒരു മെമ്പർ വെച്ചു. അതിന്റെ പേര് സൈറ്റ് റെയിൽസ് ഒക്കെ വെച്ച് നമ്മൾ ഗ്രേഡിയന്റ് അലൈൻ ചെയ്തല്ലേ. അതിനുശേഷം കുഴിക്കാൻ തുടങ്ങി. ആ ഒരു പർട്ടിക്കുലർ എത്രയാണോ നമുക്ക് കിട്ടിയ ഗ്രേഡിയന്റ് ഡെപ്ത്, ആ ഒരു ഡെപ്തിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തു. എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ടിമ്പറിംഗ് ഒക്കെ ചെയ്തു, ആവശ്യമാണെങ്കിൽ ടിമ്പർ ചെയ്തു. പിന്നെ അതുപോലെ ആ ഒരു കുഴീന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് പൈപ്പ് ഇട്ടിട്ട് സൈഡില് 20 സെന്റിമീറ്റർ ക്ലിയറൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുഴിച്ചു. അതിനുശേഷം അതിനകത്ത് കോൺക്രീറ്റ് ബെഡ്, ആദ്യം ഒരു കോൺക്രീറ്റിന്റെ ബെഡ് ഇട്ടു. അതിന് മുകളിലായിട്ട് നമ്മൾ ആ ഒരു സീവർ വെച്ചു. എന്നിട്ട് 2 സീവേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തു അല്ലെ. പിന്നെ ജോയിനിങ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്തു അല്ലെ. വാട്ടർ ലീക്കേജോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടെസ്റ്റും അതുപോലെ തന്നെ സ്മോക്ക് ടെസ്റ്റും. ബിൽഡിങ്ങുകളിലൊക്കെ ആണെങ്കിൽ സ്മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാറ്. പിന്നെ അതുപോലെ ഇങ്ങനെ വലിയ പൈപ്പ് ലൈൻസിന്റെ കേസിൽ വാട്ടർ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് സോയിൽ നമ്മൾ ബാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. ലെയേഴ്സിലായി നല്ല കോമ്പാക്ട് ചെയ്ത് ഓരോ ലെയറായി സോയിലിട്ട് പഴയ രൂപത്തിൽ അതേ സൈഡിലുള്ള സോയിലിന്റെ അതേ ഉയരത്തിൽ നമ്മൾ സോയില് ഫില്ല് ചെയ്തു. അപ്പൊ ഇതാണ് സ്റ്റെപ്സ്, പ്രൊസീജിയേഴ്സ് ഇൻ ലേയിങ് ദ സീവർ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സീവർ അപ്പർട്ടനൻസിനെ കുറിച്ചാണ്. സീവർ അപ്പർട്ടനൻസസ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലും ഇതുപോലെ അപ്പർട്ടനൻസസ് പഠിച്ചിട്ടുണ്ട്. അതായത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗില് നമ്മൾ അപ്പർട്ടനൻസസ് നോക്കിയിരുന്നു.
അതിൽ നോക്കിയ appurtenances എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? വാൽവുകളെ കുറിച്ച് അല്ലെ. അതായത് നമ്മുടെ ഈ പൈപ്പ് നമ്മൾ ലേ ചെയ്യുമ്പോൾ ആ പൈപ്പിന്റെ ഇടയിൽ വരുന്ന ഓരോ ചെറിയ ചെറിയ എന്താണ് ഡിവൈസസ് ഒക്കെ ഉണ്ടാവും. വാട്ടർ സപ്ലൈയിൽ നമ്മൾ പഠിച്ചത് പല ടൈപ്സ് ഓഫ് വാൽവ്സ് ആയിരുന്നു. സ്ലൂയിസ് വാൽവ്, ചെക്ക് വാൽവ്, എയർ വാൽവ്, ഡ്രെയിൻ വാൽവ്, സ്കൗർ വാൽവ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈയിൽ നമ്മൾ ഫയർ ഹൈഡ്രന്റുകളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. ഫയർ ഹൈഡ്രന്റ് എന്താണ്? നമ്മള് ഈ ഒരു പൈപ്പ് ലൈൻ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റർവെൽസിലായിട്ട് നമ്മൾ ഫയർ ഹൈഡ്രന്റ് വെച്ചു കൊടുക്കും. അതായത് എവിടെയെങ്കിലൊക്കെ പെട്ടെന്നൊരു ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ, തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് നമുക്ക് വെള്ളം ആവശ്യമാണ് ആ ഒരു ഭാഗത്തേക്ക്. അപ്പോ ഒരു ഹോസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് ആ ഒരു ഫയർ കെടുത്താൻ നോക്കും. അപ്പൊ ആ ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ പൈപ്പ് ലൈനിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഫയർ ഹൈഡ്രന്റ്. അപ്പൊ ഫയർ ഹൈഡ്രൻസ് ഒക്കെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഫയർ ഹൈഡ്രൻസ് ഒക്കെ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ വാട്ടർ മീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. വെള്ളം അളക്കാൻ നമ്മുടെ വീടുകളിലൊക്കെ വാട്ടർ മീറ്റർ ഉണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് വെള്ളത്തിന്റെ ബില്ലൊക്കെ വരുന്നത് അല്ലെ, വാട്ടർ ബില്ല് വരുന്നത്. അപ്പൊ വാട്ടർ മീറ്റർ. അപ്പൊ കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ ഇതൊക്കെയാണ് appurtenances ആയിട്ട് പഠിച്ചിരുന്നത്. വാൽവ്, ഹൈഡ്രൻസ്, വാട്ടർ മീറ്റർ, ഇതൊക്കെ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മോഡ്യൂളില് സീവർ appurtenances എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പഠിക്കുന്നത് എന്തൊക്കെയാണ്, എന്തിനാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിഞ്ഞ മോഡ്യൂളുകളെ കുറിച്ച് പറയുന്നത്. ഓക്കെ. അവിടെ പഠിച്ചത് വാട്ടർ സപ്ലൈ, വെള്ളം ക്യാരി ചെയ്യുന്ന പൈപ്പാണെങ്കിൽ ഇവിടെ പഠിക്കുന്നത് വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പാണ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ സീവർ appurtenances എന്തൊക്കെയാന്ന് നോക്കാം. അതായത് വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പില് ഏതൊക്കെ ഫിറ്റിംഗ്സ് വരും എന്നുള്ളതൊക്കെ നോക്കാം. So devices constructed in sewerage to ensure efficient operation and maintenance. അപ്പോൾ സീവർ appurtenances കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? They are devices. ഓരോ ഡിവൈസസ്. എന്തിനാണ് ആ ഡിവൈസ് വെക്കുന്നത്? To ensure efficient operation and maintenance. ഒരു തടസ്സവും കൂടാതെ ആ ഒരു സീവേജ്, വേസ്റ്റ് വാട്ടർ പൈപ്പിലൂടെ ഒഴുകണം. അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡിവൈസുകളെയാണ് appurtenances എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഡിവൈസസ് ആണ് ഈ കാണുന്നതൊക്കെ. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയി തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ ഓരോന്ന് ആദ്യം എന്തൊക്കെയാന്ന് നോക്കാം. മാൻഹോൾ. ഈ മാൻഹോളിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണല്ലേ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാൻഹോൾ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഹോള് അല്ലെ, കുഴി. അതാണ് മാൻഹോൾ. പിന്നെ ഇൻലെറ്റ്സ് ഉണ്ട്, കാച്ച് ബേസിൻ, ഫ്ലഷിംഗ് ടാങ്ക്, റെഗുലേറ്റേഴ്സ്, ഇൻവേർട്ടഡ് സൈഫൺസ്, ക്ലീൻ ഔട്ട്സ്, ഗ്രീസ് ആൻഡ് ഓയിൽ. അപ്പൊ ഇതെല്ലാം ആണ് എന്ത്? സീവർ appurtenances. വേസ്റ്റ് വാട്ടർ പൈപ്പിൽ കാണുന്ന ഡിവൈസസ് ഫോർ ദ efficient operation and maintenance. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. അപ്പൊ ആദ്യം മാൻഹോൾ. എന്താണ് മാൻഹോൾ? നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു അല്ലെ. ഇത് തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഓക്കെ. എന്താണ്, നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു കുഴി കാണും. അപ്പൊ അത് നമ്മൾ ഈ കുഴി കണ്ടോളണമെന്നില്ല അല്ലെ. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ആവശ്യം വരുമ്പോ
ഇത് തുറന്ന് ഈ കവർ തുറന്ന് ഒരാള് അതിനകത്ത് ഇറങ്ങി നോക്കും. അതാണ് manhole. It's a masonry or RCC chamber constructed on sewer lines or drains for providing access to men so that they can attend to inspection, cleaning and maintenance of sewers. അപ്പോൾ ഉണ്ടാക്കിയത് എന്ത് വെച്ചാണ്? ഒന്നെങ്കിൽ മേസൺറി, ബ്രിക്ക് മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് മേസൺറി വെച്ചാവാം, അല്ലെങ്കിൽ RCC വെച്ചാവാം, ഒക്കെയാണ് ഉണ്ടാക്കുക. എന്നിട്ടോ എന്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്? For providing access to men, ഒരാൾക്ക് ഇറങ്ങാൻ വേണ്ടി. So that they can attend to inspection, അപ്പൊ അവർക്ക് അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാം, അതായത് പരിശോധിക്കാം, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് പരിശോധിക്കാം. പിന്നെ ക്ലീൻ ചെയ്യേണ്ട അവസരങ്ങളിൽ ക്ലീൻ ചെയ്യാം. ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സീവേഴ്സ്, പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? പീരിയോഡിക്കലി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഉണ്ടാക്കി പോയാൽ പോരാ, ഉണ്ടാക്കി കഴിഞ്ഞ് പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം അല്ലെ? എന്നാലേ ആ ഒരു ഉണ്ടാക്കിയത് എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പീരിയോഡിക് മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മാൻഹോൾ കൊടുക്കുന്നത്. ഇനി ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ലൊക്കേഷൻ. It is constructed at points where a sewer takes change of alignment, gradient, diameter and at all junctions of sewers. അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഒരു മാൻഹോൾ കൊടുക്കുക എന്ന് ചോദിച്ചാൽ, എവിടേക്കാണോ നമ്മുടെ സീവറിന് ഒരു അലൈൻമെന്റ് വ്യത്യാസം വരുന്നത്, അതായത് ഇപ്പൊ നേരെ പോവാന്ന് നോക്കിയാൽ സീവർ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്, പെട്ടെന്നൊന്ന് സീവർ റൈറ്റിലേക്ക് ഒരു ഡൈവേർഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ചിങ് പോയിന്റിൽ അലൈൻമെന്റ് എവിടെയാണോ മാറുന്നത് ആ ഒരു പോയിന്റിൽ മാൻഹോൾ കൊടുക്കും. പിന്നെ അതുപോലെ എവിടെയാണോ സ്ലോപ്പ് ചേഞ്ച് വരുന്നത്, ഇപ്പൊ ഒരു സ്ലോപ്പിൽ തന്നെ സീവർ പോവാണ്, പെട്ടെന്നൊരു സ്ലോപ്പ് ഡിഫറൻസ് വന്നെങ്കിൽ ആ രണ്ട് സ്ലോപ്പിന്റെ ഇടയിലുള്ള ആ ഒരു പോയിന്റിൽ അവിടെ ഒരു മാൻഹോൾ നമ്മൾ വെക്കും. അതുപോലെ സീവർ എപ്പോഴും ഒരേ ഡയമീറ്റർ സീവേഴ്സ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ? ചിലപ്പോൾ വലിയ ഡയമീറ്റർ ആവും, പിന്നെ ഒരു ജോയിന്റ് കഴിഞ്ഞിട്ട് അത് ചെറിയൊരു ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഡയമീറ്റർ ചേഞ്ച് വരുന്ന ആ ഒരു പോയിന്റില്, പിന്നെ അതുപോലെ at all junctions of sewers, സീവർ പല ഇങ്ങനെ നമ്മള് വാട്ടർ സപ്ലൈയിൽ പഠിച്ചു അല്ലെ? പല സിസ്റ്റം എന്താണ് ലേ ഔട്ട് ഓഫ് വാട്ടർ സപ്ലൈ പൈപ്സ്. അതുപോലെ അതെങ്ങനെയാണ്? ഒരു മെയിൻ വാട്ടർ പൈപ്പ് ലൈൻ വരും, ബ്രാഞ്ചസ് വരും. അപ്പൊ അത് പല രീതിയിൽ നമുക്ക് ഓറിയന്റ് ചെയ്യാം. അതായത് ഗ്രിഡ് അയൺ സിസ്റ്റം, ഡെഡ് എൻഡ് സിസ്റ്റം, റേഡിയൽ സിസ്റ്റം, അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പല രീതിയിൽ നമുക്ക് പൈപ്പ് ലൈൻസ് ഓറിയന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓറിയന്റ് ചെയ്യുന്ന സമയത്ത് കുറെ ജംഗ്ഷൻസ് വരും, കുറെ സ്ഥലങ്ങളിൽ പൈപ്പ് ലൈൻസ് കൂട്ടിമുട്ടും, അപ്പൊ ക്രോസ് ചെയ്തൊക്കെ പോകും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ മാൻഹോൾ കൺസ്ട്രക്ട് ചെയ്യും. The distance between them varies from 30 to 100 meters. അപ്പൊ ഒരു 30 മീറ്റർ ഇന്റർവെല്ലില് അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഇന്റർവെല്ലില് നമ്മൾ എപ്പോഴും ഒരു മാൻഹോൾ കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഒരു ബ്ലോക്ക് ഒക്കെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പിന്നെ അതിന് ഈ റോഡ് മുഴുവൻ കുഴിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അതിന് പകരം നമ്മളൊരു 30 to 100 മീറ്റർ ഇന്റർവെല്ലില് എപ്പോഴും ഒരു മാൻഹോൾ കൊടുക്കും. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് കൊടുക്കുന്നതിന്റെ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഒന്ന് ഇൻസ്പെക്ഷന് വേണ്ടി, ക്ലീനിങ്ങിന് വേണ്ടി, പിന്നെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ ടു ഫെസിലിറ്റേറ്റ് ജംഗ്ഷൻസ് ആൻഡ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻസ്. അതും പറഞ്ഞു അല്ലെ? ജംഗ്ഷൻസിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോവാൻ, വെന്റിലേഷൻ, പ്രോപ്പർ വെന്റിലേഷനും കൂടെ സഹായിക്കുന്ന ഒന്നാണ് മാൻഹോൾ. Okay. Incidentally, to help ventilation,
though they are not specifically meant for it. പൊതുവെ മാൻഹോൾ വെന്റിലേഷനല്ല കൊടുക്കുന്നത്, പക്ഷെ എങ്കിൽ പോലും വെന്റിലേഷനും സാധിക്കും. ആ ഓട്ടയിലൂടെ വെന്റിലേഷനും സാധിക്കും അല്ലെ, അതായത് പാസേജ് ഓഫ് എയർ, അതാണ് വെന്റിലേഷൻ. വെന്റിലേഷനും അൾട്ടിമേറ്റ്ലി പോസിബിൾ ആണ് അല്ലെ. ഈ മാൻഹോള് രണ്ട് ടൈപ്പ് ഓഫ് മാൻഹോൾസ് ഉണ്ട്. ഓർഡിനറി മാൻഹോൾസും ഉണ്ട്, ഡ്രോപ്പ് മാൻഹോൾസും ഉണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കണം. അപ്പൊ ഓർഡിനറി മാൻഹോൾ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഓർഡിനറി മാൻഹോൾ കൺസിസ്റ്റ് ഓഫ് 3 ഇമ്പോർട്ടന്റ് കോമ്പണന്റ്സ്. അപ്പൊ 3 ഇമ്പോർട്ടന്റ് കോമ്പണന്റ്സ് ആണ് ഒരു ഓർഡിനറി മാൻഹോളിൽ ഉള്ളത്. ഏതൊക്കെയാണ്? മാൻഹോൾ കവർ, ആക്സസ് ഷാഫ്റ്റ്, വർക്കിംഗ് ചേംബർ. അതായത് നമുക്ക് ആദ്യം ഈ ചിത്രം ഒന്ന് അനലൈസ് ചെയ്യാം. ഇതില് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാണ് മാൻഹോൾ കവർ. മാൻഹോൾ കവർ ആണ്. പിന്നെ ഈ ഒരു കവർ തുറന്നാൽ ഒരാൾക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റെപ്സ്. പിന്നെ ഇതൊരു ബ്രാഞ്ച് സീവർ ആണ്. 3 എന്ന് എഴുതിയ ബ്രാഞ്ച് സീവർ ഇവിടെ ഉണ്ട് കേട്ടോ. 3 എന്നുള്ളത് ബ്രാഞ്ച് സീവർ. അപ്പൊ ഇത് ബ്രാഞ്ച് സീവർ ആണ്. ഇത് മെയിൻ സീവർ. അപ്പൊ ഇവിടെ ഒരു ബ്രാഞ്ച് സീവർ മെയിൻ സീവറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാൻഹോൾ കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. വേർ എന്താണ് ഡയമീറ്റർ ഓഫ് ദ സീവർ ചേഞ്ചസ്, അവിടെ ഒരു മാൻഹോൾ കൊടുക്കണം. അല്ലെങ്കിൽ അറ്റ് ജംഗ്ഷൻസിലും നമ്മൾ ഈ മാൻഹോൾ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് സീവർ മെയിൻ സീവറിനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമ്മളൊരു മാൻഹോൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ബ്രാഞ്ച് സീവർ, ഇതാണ് മെയിൻ സീവർ. പിന്നെ ഇവിടെയാണ് എന്ത്, വർക്കിംഗ് ചേംബർ. അതായത് ഒരാൾക്ക് നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് വർക്കിംഗ് ചേംബർ. പിന്നെ ഈ താഴെ കാണിച്ചതാണ് കോൺക്രീറ്റ് ബെഡ്. നമ്മളിപ്പോ ലേയിങ് ഓഫ് സീവറിൽ കണ്ടു അല്ലെ. ഒരു സീവർ ഇടുമ്പോൾ ആദ്യം കോൺക്രീറ്റ് ബെഡ് ഇടണം. അതിന്റെ മുകളിലാണ് എന്ത് പ്ലേസ് ചെയ്യേണ്ടത്? സീവർ പ്ലേസ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഈ ഡയഗ്രാം. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ പറയുന്നത് 3 ഇമ്പോർട്ടന്റ് കോമ്പണന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മാൻഹോൾ കവർ വേണം. പിന്നെ ആക്സസ് ഷാഫ്റ്റ്, ഇതാണ് ആ ഷാഫ്റ്റ്. പിന്നെ അതുപോലെ വർക്കിംഗ് ചേംബർ, ഇവിടെ നിന്നാണ് പണിയെടുക്കുക. അപ്പൊ ഇത് 3ആണ് വേണ്ടത് അല്ലെ. The access shaft, അപ്പൊ അത് പറയുന്നത് എന്താണ്? ഇറ്റ് is circular or rectangular in plan. അപ്പൊ മുകളിൽ നിന്ന് നോക്കിയാൽ പ്ലാൻ വ്യൂ നോക്കിയാൽ ഒന്നെങ്കിൽ നമുക്ക് സർക്കുലർ ആയിട്ട് കാണാം മാൻഹോള്, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലും കാണപ്പെടുന്നുണ്ട്. സർക്കുലർ ആണെങ്കിൽ ഒരു 1.2 മീറ്റർ മിനിമം ഡയമീറ്റർ ഉണ്ടായിരിക്കണം. മിനിമം അത്ര കൊടുക്കണം, എന്നാലേ ഒരാൾക്ക് ഇറങ്ങി പണിയെടുക്കാൻ സാധിക്കും അല്ലെ. പിന്നെ അതുപോലെ റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ മിനിമം 90 to 120 സെന്റിമീറ്റേഴ്സ് കൊടുക്കണം. 90 by 120 സെന്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്തും കൊടുക്കണം. പിന്നെ ആക്സസ് ഷാഫ്റ്റ് provides an access to the working chamber. ആക്സസ് ഷാഫ്റ്റ് എന്ത് ചെയ്യും? ഒരു നമ്മുടെ വർക്കിംഗ് ചേംബറിലേക്ക് ആക്സസ് ഷാഫ്റ്റിലൂടെ പോയിട്ടാണ്. A series of steps are provided to the side of manhole to facilitate descending into working chamber. പിന്നെ അതുപോലെ ആ ഒരു ഷാഫ്റ്റിൽ നമ്മൾ കുറെ സ്റ്റെപ്സ് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങിയിട്ടാണ് ആള് വർക്കിംഗ് ചേംബറിൽ എത്തുന്നത്. Top of access shaft is covered with RCC slab with an opening. അപ്പൊ നമ്മുടെ ഷാഫ്റ്റിന്റെ മുകളിൽ നമ്മൾ ഒരു സ്ലാബ് കൊടുക്കും. ആ സ്ലാബിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കവർ കൊടുക്കുന്നത്. Opening is covered with a manhole cover made of cast iron. പൊതുവെ നമ്മുടെ കവർ കാസ്റ്റ് അയൺ വെച്ചാണ് ഉണ്ടാക്കാറ്. The dimensions and weights of covers and frames should be as per IS 1726-1960.
അപ്പൊ നമുക്ക് ഇഷ്ടത്തിനൊന്നും നമുക്ക് കവറിന് വെയിറ്റും ഡയമെൻഷൻസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. അതിനൊക്കെ IS കോഡ് പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ആ കോഡ് പ്രകാരം നമുക്ക് ഇത് എത്ര വെയിറ്റ്, കവറിന് എത്ര വെയിറ്റ് കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ സാധിക്കും. It is built on a concrete bed of 150 to 300 mm thick. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ബെഡിന്റെ തിക്നെസ് ഒരു 15 to 30 സെന്റിമീറ്റർ തിക്ക് ആയിട്ടുള്ള കോൺക്രീറ്റ് ബെഡിന്റെ മുകളിലാണ് നമ്മുടെ സീവർ വെക്കുന്നത്. The concrete floor of the chamber slopes at 1/6 towards the center so that sewage from inlet sewers flow into semicircular channel and further into the outlet sewer. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോർ ഇവിടെയും കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ആ കോൺക്രീറ്റിന്റെ ഉള്ളിലേക്ക് ഇറക്കിയാണ് നമ്മൾ ആ ഒരു സീവർ വെക്കുന്നത്. അപ്പം ഈ കൊടുക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 1/6 എങ്കിലും കൊടുക്കണം. അതായത് 1 vertical to 6 horizontal. അതാണ് ഉദ്ദേശിക്കുന്നത് 1/6. ഓക്കെ, അത്രയെങ്കിലും എന്ത് കൊടുക്കണം? സ്ലോപ്പ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ സീവറിൽ നിന്ന് ആ ഒരു സ്ലോപ്പിലൂടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സീവറിലേക്കാണ് വേസ്റ്റ് വന്ന് വീഴുന്നത്. അപ്പൊ അതാണ് ഒരു ഓർഡിനറി മാൻഹോളിന്റെ പാർട്സും കോമ്പണൻസും അതുപോലെ വർക്കിങ്ങും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.